ഈ തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ ഒരു ഇതര സംസ്ഥാനക്കാരിയും കുമരകം ഗ്രാമപഞ്ചായത്തിൻ്റെ 10ാം വാർഡിലാണ് കർണാടക സ്വദേശിനിയായ ശ്വേത മിഥുൻ ജനവിധി തേടുന്നത്. ഇപ്പോൾ ശ്വേത തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. BJP കാൻഡിഡേറ്റായിട്ടാണ് മത്സരിക്കുന്നത്. എങ്ങനെയാണ് ഈ കേരളത്തിലേക്ക് എത്തിയതും അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനാർത്ഥി ആയതൊക്കെ എങ്ങനെയാണ്? കേരളത്തിലെത്തുന്നത് 2007 2007 എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഇവിടെ എത്തുന്നത്. അങ്ങനെ അതിനുശേഷം ഇപ്പം ഇവിടെ തന്നെ കുമരകത്തെ ആൾ തന്നെ ആയിട്ട് മാറിയിരിക്കുകയാണ്. നല്ല ഭംഗിയായി മലയാളം പറയുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചാണോ? അതെ, തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് മലയാളം പഠിക്കുന്നതും എഴുതാനും വായിക്കാനും അറിയാം. അങ്ങനെയാണ് പഠിക്കുന്നത്. അല്ലാതെ അതിന് മുമ്പ് വരെ മലയാളമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പലരും എന്നെ സഹായിച്ചിട്ടുമുണ്ട് പഠിക്കാൻ വേണ്ടി. കർണാടകയിൽ എവിടെയാണ് പ്രോപ്പർ സ്ഥലം? എവിടെയാണ്? ബാംഗ്ലൂരാണ് സ്വദേശം. ബാംഗ്ലൂർ. അതെ, ബാംഗ്ലൂരാണ് ബോൺ ആൻഡ് ബോട്ടപ്പ്. അവിടെ തന്നെയായിരുന്നു. അച്ഛൻ്റെ സ്ഥലം മൈസൂരാണ്. മൈസൂരിൻ്റെ അടുത്ത് നഞ്ചൻഗൂഡ് എന്ന് പറയും. നഞ്ചൻഗൂഡാണ് പ്രോപ്പറായിട്ടുള്ള സ്ഥലം. പക്ഷേ ചെറുപ്പം മുതലേ ബാംഗ്ലൂരായിട്ട് അവിടെയാണ് വളർന്നതും എല്ലാം. വിവാഹത്തിന് ശേഷം കേരളത്തിലേക്ക് എത്തുന്നു. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ 2020 വരെ ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ജോലി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു ഫേമിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു പിന്നെ നമുക്ക് പേഴ്സണൽ ലൈഫും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്തിന് പ്രവർത്തനത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല. അതിന് ശേഷമാണ് 2020 ശേഷം എന്ന് പറയുമ്പോഴത്തേന് കോവിഡിന് ശേഷമാണ് ഓരോ പ്രവർത്തനത്തിന് ശരിക്കും പ്രവർത്തന രീതിയിലൊക്കെ ഇറങ്ങിയത്. എന്ന് പറയുമ്പോൾ സംഘപരിവാര സ്ഥാപനങ്ങളിൽ ബാലഗോകുലത്തിൽ അതിൽ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ കൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ കൂടാനും ഉണ്ട്. പിന്നെ നമ്മുടെ ചെറിയൊരു സ്കൂൾ SLB ഒരു സ്കൂളുണ്ട്. സ്കൂളിലെ PTA പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ നിലവിൽ അവിടെ പ്രവർത്തനം ചെയ്യുന്നു. അങ്ങനെ എല്ലാവരുടെ പിന്തുണ കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇത് നിലവിൽ BJPയുടെ സിറ്റിംഗ് വാർഡ് തന്നെയാണ്. വീണ്ടും ഇവിടെ ജയിക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. ജയിക്കണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ എല്ലാ ജനങ്ങളുടെ കയ്യിലാണ്. എല്ലാവരും അതുപോലെ തന്നെ എന്നോട് സഹകരിച്ച് നിൽക്കുന്നുമുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ താങ്കൾ വോട്ട് അഭ്യർത്ഥിച്ച വീടുകളിലേക്ക് എത്തുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ അതർ സ്റ്റേറ്റിൽ നിന്ന് വന്ന ഒരാൾ അങ്ങനെ ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല, ബാക്കിയുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അതിനേക്കാളും ഒരു പടി മുന്നോട്ടായിരിക്കാം. ആ പ്രതികരണം കൊണ്ടായിരിക്കും കൂടുതൽ കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ മാറ്റി നിർത്തൽ ഒരിക്കലും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഭയങ്കര എല്ലാവരും അതുപോലെ എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു സ്വീകരണം തന്നെ ആയിരിക്കും എന്നെ ജയിക്കും എന്നുള്ള ഒരു ഉറപ്പിലോട്ട് കൊണ്ടു നയിക്കുന്നത്. താങ്കൾ ജനിച്ചതും വളർന്നതും ഒക്കെ കർണാടകയിലാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്. അപ്പം അവിടുത്തെ ഒരു ബാംഗ്ലൂർ ഒരു തെരഞ്ഞെടുപ്പും ഈ കേരളത്തിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ടല്ലേ? വലിയ വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോഴത്തേനും അവിടെ കൂടുതൽ ഈ അനൗൺസ്മെൻറ്റ്സും അഡ്വർടൈസ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഈ പേഴ്സണലായിട്ടുള്ള ഒരു ടച്ച് അവിടെ കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ ഓരോ വ്യക്തികളെ കണ്ട് നമ്മൾ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കൂടാതെ നമ്മൾ അവരോട് സംസാരിച്ച് അവരുടെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ഇതിലോട്ട് ഇറങ്ങുന്നത്. പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയം ഞാൻ അവിടെ കണ്ടിട്ടില്ല. കൂടുതൽ പരസ്യങ്ങളിലൂടെയാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ 22ാം വയസ്സിലാണ് ഞാനിവിടെ നാട്ടിലോട്ട് വരുന്നത്. പക്ഷെ അതുവരെ ഞാൻ രാഷ്ട്രീയം അങ്ങനെ പഠിച്ചിട്ടുമില്ല, ഒന്നും നോക്കിയിട്ടുമില്ല. അവിടെ കൂടുതൽ ഈ അനൗൺസ്മെൻറ്റ്സ് ആണ് കൂടുതൽ. ഈ 1 to 1 ഉള്ള ഒരു സംഭവം അവിടെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടോ? അവിടെ വോട്ട് ചെയ്തിട്ട് ഒരു തവണ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഒറ്റ തവണ ചെയ്തിട്ടുള്ളൂ. കേരളത്തിലേക്ക് എത്തിയിട്ടാണെങ്കിൽ ഇവിടെ ആകെ 4 തവണ വോട്ട് ചെയ്തു. ഇവിടെ 4 തവണ വോട്ട് ചെയ്തു. അതെ, നിയമസഭയിലും ചെയ്തിട്ടുണ്ട്, പഞ്ചായത്തിൻ്റെ ഇലക്ഷനും ചെയ്തിട്ടുണ്ട്. വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷയിലാണ്. എന്താണ് താങ്കൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഉദ്ദേശിക്കുക എന്ന് പറയുമ്പോഴത്തേനും ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു റോഡുകൾ നിർമ്മിക്കുക. അതാണ്. പിന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ആണ് കൂടുതൽ നമുക്ക് കുമരകത്ത് വേണ്ടത്. പിന്നെ ചില ഇടങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നു, നമ്മുടെ തോടുകളൊക്കെ വൃത്തിയാക്കുക. മെയിനായിട്ടുള്ള ഫെസിലിറ്റി അത് തന്നെയാണ്. പിന്നെ ഒത്തിരി ആൾക്കാർ അതിന് പുറകിൽ അനുഭവിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ വീടുകളിലൊക്കെ വെള്ളം കയറുക, ഏകദേശം ഒരു വർഷത്തിൽ 2-3 തവണ വെള്ളം കയറി അവരതിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അവരെ സഹായിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പ്രവർത്തനത്തിൽ ഇറങ്ങിയത്. എന്താണെങ്കിലും വിജയിച്ച് ഒരു മെമ്പറായാൽ ജനങ്ങൾക്കൊപ്പം അവരിൽ ഒരാളായി തന്നെ പൂർണ്ണ സമയം അവരോടൊപ്പം തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ നിൽക്കാൻ തന്നെയാണ് ഇറങ്ങിയതും. അങ്ങനെ തന്നെ ആയിരിക്കും. ആ പ്രവർത്തനം അവർ തന്നെ വിലയിരുത്തുന്നതായിരിക്കും. BJPയുടെ ജില്ലാ നേതാവായിട്ടുള്ള TN ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞങ്ങളെ സംബന്ധിച്ചോ മലയാളിയല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ സാധാരണക്കാർ മലയാളം പറയുന്നേക്കാൾ ഫ്ലൂവൻ്റായിട്ട്
ശ്വേത സംസാരിക്കാറുണ്ട്, എഴുതാറുണ്ട്, വായിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. കുമരകത്തിൻ്റെ ഒരു മാറ്റം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ശ്രേയതയെ പോലുള്ള കഴിവുള്ള ആളുകളെ നമ്മൾ മുന്നോട്ട് അവതരിപ്പിച്ചത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുമരകം പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ദൗത്യം. കാരണം 60 വർഷക്കാലമായിട്ട് CPM ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. അടിസ്ഥാന വികസനങ്ങളൊന്നും തന്നെ ഇവർക്ക് സാധ്യമാകാൻ സാധിച്ചിട്ടില്ല. ആകെ നമുക്ക് കുമരകത്തുള്ള ഒരു വികസനം എന്നാൽ ടൂറിസമാണ്. ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി കുമരകത്ത് വന്നതിൻ്റെ വെളിച്ചത്തിലുണ്ടായ ഒരു വികസനം മാത്രമേ നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അല്ലാതെ കുമരകം പഞ്ചായത്ത് ഭരിച്ച ഇടത് വലത് മുന്നണികൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് കുമരകത്ത് സമഗ്രമായ വികസനം നടത്തണമെന്ന് BJPയുടെ കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മളിവിടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സാധാരണ ഇവിടെ മദ്യത്തിനും മയക്കുമരുന്നിനും ആയിട്ട് കുട്ടികൾ മാറുന്ന ഒരു കാലഘട്ടമാണല്ലോ, നമ്മളാരും പറയാതെ തന്നെ അറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാക്കാൻ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രേയതയെ സംബന്ധിച്ചിടത്തോളം. അത് ഒരു 2 വർഷക്കാലമായിട്ട് വളരെ ഗംഭീരമായിട്ട് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് ബാലഗോകുലത്തിൻ്റെ. അപ്പോൾ ആ ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനം തന്നെ നമുക്ക് അടിസ്ഥാനമായിട്ടൊരു നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശ്രേയതയെ പോലുള്ള ആളുകളെ നമ്മൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇറ്റലിക്കാരിയായ നമ്മുടെ സോണിയയ്ക്ക് ഇവിടെ ഒന്ന് മത്സരിക്കാമെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്തുള്ള ഒരു നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് ഈ ഒരു താഴെത്തട്ടിൽ മത്സരിക്കുന്നതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കുമരകത്തിൻ്റെ അടിസ്ഥാന വികസനങ്ങളെ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്രാവശ്യം പഞ്ചായത്തിൻ്റെ ഭരണം CPMൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടി ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ വലിയ വിജയപ്രതീക്ഷയിലാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ കോട്ടയം ജില്ലയിലെ കുമരകം ഗ്രാമപഞ്ചായത്തിൻ്റെ 10ാം വാർഡിലാണ് കർണാടക സ്വദേശിനിയായ ശ്വേത ജനവിധി തേടുന്നത്. വലിയ വിജയപ്രതീക്ഷയിലാണ്. BJPയുടെ സിറ്റിംഗ് വാർഡ് തന്നെയാണ്. ഇക്കുറിയും ഈ വാർഡ് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. കോട്ടയം കുമരകത്തു നിന്നും ആരോമലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.